പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ തിരുച്ചിറപ്പള്ളി ലക്ഷദ്വീപ് തൃശൂർ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെത്തി. കലാകേരളം ഒന്നിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കമാകും. ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിനും ഇന്ന് ആരംഭം. വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഈ അധ്യയന വർഷം മുതൽ ഓൺലൈനാക്കും. സഹകരണ നിക്ഷേപ സമാഹരണത്തിലൂടെ 9,000 കോടി രൂപ സ്വരൂപിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക 3 വിക്കറ്റിന് 62 റൺസെടുത്തു. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ തിരുച്ചിറപ്പള്ളി ലക്ഷദ്വീപ് തൃശൂർ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെത്തി. തൃശൂരിൽ ഇന്നലെ 2 ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുത്ത മഹിളാ സമ്മേളനത്തെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. സമ്മേളനത്തിന് മുൻപ് പ്രധാനമന്ത്രി റോഡ് ഷോയിലും പങ്കെടുത്തു. സ്ത്രീകൾക്കൊപ്പമാണ് കേന്ദ്ര ഗവൺമെന്റ് എന്ന ഉറപ്പ് പ്രധാനമന്ത്രി മഹിളാ സമ്മേളനത്തിൽ നൽകി. കേന്ദ്രത്തിലെ മുൻ ഗവൺമെന്റുകൾ സ്ത്രീകളെ ദുർബലരാക്കി മാറ്റിയെന്നും എൻഡിഎ ഗവൺമെന്റ് വന്ന ശേഷമാണ് പറഞ്ഞ വാക്ക് പാലിച്ച് വനിതാ സംവരണ ബിൽ പാസാക്കിയതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മുസ്ലിം സ്ത്രീകളെ മുത്തലാഖിൽ നിന്ന് മോചിപ്പിച്ചതും എൻഡിഎയാണ്. വനിതകൾക്ക് പുറമെ യുവാക്കൾ, ദരിദ്രർ, കർഷകർ എന്നിവരുടെ ഉന്നമനത്തിന് കൂടിയാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. വൈക്കം വിജയലക്ഷ്മി, ബീന കണ്ണൻ, മറൈക്കുട്ടി ചേടത്തി, പത്മശ്രീ ജേതാവ് ഡോക്ടർ ശോശാമ്മ അയ്പ്, ക്രിക്കറ്റ് താരം മിന്നുമണി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ബിജെപി സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, പി.ടി. ഉഷ, ശോഭാ സുരേന്ദ്രൻ, പ്രമീള ദേവി, രമ, രാജീവ് പ്രസാദ്, സംസ്ഥാന സെക്രട്ടറി രേണു, കുമ്മനം രാജശേഖരൻ, പി.കെ. കൃഷ്ണദാസ്, എൻ രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി ഉജ്ജ്വല പദ്ധതിയിൽ 10 കോടി തികച്ച ഗുണഭോക്താവ് മീര മാജിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തും സമ്മാനങ്ങളും അയച്ചു. രാമക്ഷേത്രം തുറക്കുന്നതിന് മുന്നോടിയായി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ അയോധ്യയിലെത്തിയപ്പോൾ മീര മാജിയുടെ കുടുംബത്തിനൊപ്പം പ്രധാനമന്ത്രി ചായ സൽക്കാരത്തിൽ പങ്കെടുത്തിരുന്നു. മീര മാജിയെപ്പോലെ കോടിക്കണക്കിന് ആളുകളുടെ മുഖത്തെ പുഞ്ചിരിയാണ് ഏറ്റവും വലിയ മൂലധനവും സംതൃപ്തിയും എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിനുവേണ്ടി പ്രവർത്തിക്കാൻ അത് പുതിയ ഊർജ്ജം നൽകുന്നതായും അഭിപ്രായപ്പെട്ടു. കലാകേരളം ഒന്നിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കമാകും. രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 5 ദിവസത്തെ 62ാം സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ആശ്രമം മൈതാനത്തെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനാകും. ഡെസ്ക് റിപ്പോർട്ട്. ചലച്ചിത്ര താരം നിഖില വിമലാണ് ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യാതിഥി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് പതാക ഉയർത്തുന്നതോടെ കലോത്സവത്തിന് ഔപചാരിക തുടക്കമാകും. തുടർന്ന് ഗോത്ര കലാവിഷ്കാരം, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാവിരുന്ന്, സിനിമാ നടി ആശാ ശരത്തും സ്കൂൾ വിദ്യാർത്ഥികളും അവതരിപ്പിക്കുന്ന സ്വാഗതഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം എന്നിവ അവതരിപ്പിക്കും. പ്രധാന വേദിയിലെ ഭരതനാട്യ മത്സരത്തോടെ കലോത്സവത്തിന് അരങ്ങുണരും. 24 വേദികളാണ് കലോത്സവത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ഇത് 4ാം തവണയാണ് കൊല്ലം ജില്ല സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത്. 239 ഇനങ്ങളിലായി 10,000-കണക്കിന് വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കും. തിങ്കളാഴ്ച കലോത്സവത്തിന്റെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നടൻ മമ്മൂട്ടിയാണ് സമാപന സമ്മേളനത്തിന്റെ മുഖ്യാതിഥി. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം രാവിലെ ചിറ്റൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ടെക്നിക്കൽ ഹൈസ്കൂൾ, ഐഎച്ച്ആർഡി എന്നിവയിലെ 1500ഓളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. 9 വേദികളിലായി 48 മത്സര ഇനങ്ങൾ ഉണ്ടായിരിക്കും. കലോത്സവം മറ്റന്നാൾ സമാപിക്കും. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, കെ രാജൻ എന്നിവരും പങ്കെടുക്കും. വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ നാവായിക്കുളം, കരവാരം പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. നഗരപ്രദേശങ്ങളിൽ കേശവദാസപുരം, പട്ടം എന്നിവിടങ്ങളിലാണ് ഇന്നത്തെ യാത്ര. എറണാകുളം ജില്ലയിൽ രാവിലെ കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിലും ഉച്ചകഴിഞ്ഞ് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലും യാത്രയെത്തും. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ആലപ്പുഴ ജില്ലയിലെ ഇന്നത്തെ പര്യടനം കരുവാറ്റ, കുമാരപുരം പഞ്ചായത്തുകളിലാണ്. പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ, വടക്കഞ്ചേരി പഞ്ചായത്തുകളിലാണ് ഇന്നത്തെ യാത്ര. കണ്ണൂർ ജില്ലയിൽ രാവിലെ കുഞ്ഞിപ്പള്ളിയിലും ഉച്ചകഴിഞ്ഞ് പുഴാതിയിലും യാത്ര എത്തിച്ചേരും. ഗ്രാമപ്രദേശങ്ങളിലെ യാത്ര രാവിലെ കോട്ടയം പഞ്ചായത്തിലും ഉച്ചയ്ക്ക് പിണറായി പഞ്ചായത്തിലുമാണ്. കോട്ടയത്ത് വെള്ളൂർ, ചെമ്പ് ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇന്ന് യാത്ര. വെള്ളൂരിൽ രാവിലെയും ചെമ്പിൽ ഉച്ചകഴിഞ്ഞും യാത്രയെത്തും. കോഴിക്കോട് ജില്ലയിൽ വാണിമേൽ, വളയം ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇന്നത്തെ വികസിത് ഭാരത് സങ്കല്പ യാത്ര. കോഴിക്കോട്ടെ പിഎം കിസാൻ നിധി ഗുണഭോക്താവ് സജിത്ത് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. കേന്ദ്ര പദ്ധതിയായ പിഎം കിസാൻ നിധിയുടെ ഫണ്ട് ഇതുവരെ നൽകിയിട്ടുള്ളതിൽ എല്ലാ ഫണ്ടും കൃത്യമായിട്ട് കൈപ്പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുകൂടാതെ ചെറുകിട കർഷകർക്കും വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണ് പിഎം കിസാൻ നിധി. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇപ്പോൾ
4% പലിശ നിരക്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ലോണ് കൊടുക്കാനും മറ്റ് സന്നദ്ധ ബാങ്കുകൾ ഇതിന് തയ്യാറായിട്ടുണ്ട്. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ കീം ഈ അധ്യയന വർഷം മുതൽ ഓൺലൈനായി നടത്തുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഇതിന് അനുമതി നൽകിയ ഉത്തരവ് മന്ത്രിസഭായോഗം സാധൂകരിച്ചു. പ്രവേശന പരീക്ഷ സമയബന്ധിതമായും കാര്യക്ഷമമായും നടത്താനാണ് തീരുമാനമെന്ന് മന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സഹകരണ നിക്ഷേപ സമാഹരണത്തിലൂടെ 9,000 കോടി രൂപ സ്വരൂപിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. ഒരു വീട്ടിൽ നിന്ന് ഒരു പുതിയ അക്കൌണ്ട് എന്ന ക്യാമ്പയിനുമായി ഈ മാസം 10-ന് സമാഹരണ യജ്ഞം ആരംഭിക്കും. ഫെബ്രുവരി 10 വരെയാണ് സമാഹരണം. പ്രാഥമിക സഹകരണ ബാങ്കുകളിലൂടെ 7,250 കോടി രൂപയും കേരള ബാങ്ക് വഴി 1,750 കോടി രൂപയും സഹകരണ കാർഷിക വികസന ബാങ്കിലൂടെ 150 കോടി രൂപയുമാണ് സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. നിക്ഷേപ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ നവംബർ 1-ന് ആരംഭിച്ച നവകേരളീയം ഒറ്റത്തവണ തീർപ്പാക്കൽ 2023 രണ്ടാംഘട്ട ക്യാമ്പയിൻ ഈ മാസം 31 വരെ തുടരുമെന്നും മന്ത്രി അറിയിച്ചു. പ്രൈമറി വിദ്യാർത്ഥികളുടെ സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപോഷണ പരിപാടിയായ ഹെൽത്തി കിഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കമാകും. തൃശൂർ പട്ടിക്കാട് ഗവൺമെന്റ് എൽപി സ്കൂളിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 30 വിദ്യാലയങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ കഴിഞ്ഞ വർഷത്തെ ഡോക്ടർ ബി ആർ അംബേദ്കർ മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. അച്ചടി വിഭാഗത്തിൽ മാതൃഭൂമി വയനാട് ലേഖിക നീനു മോഹൻ, ദൃശ്യമാധ്യമ വിഭാഗത്തിൽ ട്രൂ കോപ്പി തിങ്ക് മാഗസിനിലെ മുഹമ്മദ് ഷഫീഖ്, റേഡിയോ വിഭാഗത്തിൽ കെ പൂർണിമ എന്നിവർക്കാണ് അവാർഡ്. മംഗളത്തിലെ പി വി നിസാർ, വയനാട് വിഷനിലെ വി കെ രഘുനാഥ് എന്നിവർ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹരായി. അടുത്ത ബുധനാഴ്ച തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ അവാർഡുകൾ സമ്മാനിക്കും. പട്ടികജാതി പട്ടികവർഗ വിഷയങ്ങളിലെ മികച്ച റിപ്പോർട്ടുകൾക്കാണ് അവാർഡ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക 3 വിക്കറ്റ് നഷ്ടത്തിൽ 62 റൺസ് എടുത്തു. നേരത്തെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 55 റൺസിന് ദക്ഷിണാഫ്രിക്കയെ പുറത്താക്കിയിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 153 റൺസെടുത്ത ഇന്ത്യ 98 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയാണ് ആദ്യ ടെസ്റ്റ് വിജയിച്ചത്. 2023 മികച്ച ട്വന്റി അന്താരാഷ്ട്ര കളിക്കാരുടെ അവാർഡിനായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി. ഇന്ത്യയുടെ സൂര്യകുമാർ യാദവ്, ന്യൂസിലാന്റിന്റെ മാർക്ക് ചാപ്മാൻ, ഉഗാണ്ടയുടെ അൽപേഷ് രാംജിനി, സിംബാബ്വെയുടെ സിക്കന്ദർ റാസ എന്നിവർ പട്ടികയിലുണ്ട്. ഇന്ന് ലോക ബ്രെയിലി ദിനം. കാഴ്ചാ പരിമിതർക്കായി ബ്രെയിൽ ലിപി കണ്ടുപിടിച്ച ലൂയി ബ്രെയിലിന്റെ ജന്മദിനത്തിലാണ് ദിനാചരണം. കേന്ദ്ര ഭിന്നശേഷി ശാക്തീകരണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും സംഘടനകളും രാജ്യവ്യാപകമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ആകാശഗംഗ യാത്രയുടെ ഭാഗമായി തിരുവനന്തപുരത്തെത്തിയ വിദ്യാർത്ഥി സംഘം മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ ഔദ്യോഗിക വസതിയിലെത്തി സന്ദർശിച്ചു. കോഴിക്കോട് ദേവർകോവിലിൽ നിന്ന് തിരുവനന്തപുരം വരെയാണ് ഭിന്നശേഷിക്കാരായ 8 കുട്ടികൾ ഉൾപ്പെടെ 45 പേരുടെ സംഘം യാത്ര നടത്തിയത്. കോഴിക്കോട് കോർപ്പറേഷന്റെ ചലച്ചിത്രോത്സവം കോക്കോ ഫിലിം ഫെസ്റ്റ് നാളെ ആരംഭിക്കും. ഈ മാസം 11 വരെ ശ്രീ തിയേറ്ററിലും മിനി തിയേറ്ററിലുമായി 40ഓളം സിനിമകൾ പ്രദർശിപ്പിക്കും. നീലക്കുയിൽ, ഭാർഗവീ നിലയം, ഉത്തരായനം, നിർമ്മാല്യം, ഒരു വടക്കൻ വീരഗാഥ, ഓപ്പോൾ, 1921, ഓളവും തിരുവും തുടങ്ങിയ ചിത്രങ്ങൾക്കൊപ്പം ക്ലാര സോള, ക്ലാഷ്, ഐ സ്റ്റിൽ ഹൈഡ് ടു സ്മോക്ക്, ദ ജാപ്പനീസ് വൈഫ്, എൻലെസ് പോയട്രി തുടങ്ങിയ വിദേശ ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. പ്രവേശനം സൌജന്യമാണ്. സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷനും യുണൈറ്റഡ് നേഷൻസ് വിമൻസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ത്രീ സൌഹാർദ്ദ ടൂറിസം പദ്ധതി പ്രവർത്തനം കുമരകത്ത് മന്ത്രി വി എൻ വാസവൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും ശുചിത്വവും ഉറപ്പു നൽകുന്ന ടൂറിസം കേന്ദ്രങ്ങൾ ലഭ്യമാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ തിരുച്ചിറപ്പള്ളി ലക്ഷദ്വീപ് തൃശൂർ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെത്തി. കലാകേരളം ഒന്നിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കമാകും. ടെക്നിക്കൽ സ്കൂൾ കലോത്സവത്തിനും ഇന്ന് ആരംഭം. വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഈ അധ്യയന വർഷം മുതൽ ഓൺലൈനാക്കും. സഹകരണ നിക്ഷേപ സമാഹരണത്തിലൂടെ 9,000 കോടി രൂപ സ്വരൂപിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക 3 വിക്കറ്റിന് 62 റൺസെടുത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.